2024 ചോദിച്ച ഒരു PYQ ആണ് നോക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ B 3 ആണ്. ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്തത്. അപ്പം ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, പോവർട്ടി ആൻഡ് നോൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യസമര സേനാനിയാണ് ബാലഗംഗാധര തിലകൻ. താഴെ തന്നിരിക്കുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യസമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇവയെല്ലാം ശരിയാണ്. കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപായിമാരുടെ ദുരിതങ്ങൾ. കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപായിമാരുടെ ദുരിതങ്ങൾ ഇതെല്ലാം 1857 ഒന്നാം സ്വാതന്ത്ര്യസമരത്തിന് പ്രധാന കാരണങ്ങളാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലി. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? സൂര്യസെൻ. താഴെ കൊടുത്തിരിക്കുന്ന മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇവിടെ 4 പ്രസ്താവനകൾ ശരിയാണ്. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപം അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം. അപ്പം മാപ്പിള കലാപങ്ങൾ എന്ന് മലബാർ കലാപം അറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയോഗിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം. കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്താനാണ് ചോദിച്ചത്. കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്താൻ 1, 2, 3, 4 ശരിയാണ്. അത് ഒന്നാമത് വരുന്നത് കുണ്ടറ വിളംബരമാണ്. അത് കഴിഞ്ഞ് മലയാളി മെമ്മോറിയൽ, അതിനുശേഷം ഗുരുവായൂർ സത്യാഗ്രഹം, ലാസ്റ്റ് നിവർത്തന പ്രക്ഷോഭം. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചത്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, പൊയ്കെ ശ്രീ കുമാര ഗുരുദേവൻ, പ്രത്യക്ഷരക്ഷ ദൈവസഭ, വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാ സംഘം, വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം. വാഗ്ഭടാനന്ദ ആത്മവിദ്യാ സംഘം, വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികൾ. വൈക്കം സത്യാഗ്രഹവും ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം TK മാധവൻ നേതൃത്വം നൽകി. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ്. TK മാധവൻ നേതൃത്വം നൽകി. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. ഇന്ത്യ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26 ഇന്ത്യ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86-ാം ഭേദഗതി 2002. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4A-യിലാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് വെച്ചാൽ സ്വത്തവകാശമാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. താഴെ കൊടുത്തിരിക്കുന്ന എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? ബ്രിട്ടനാണ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏവ? A-യും C-യുമാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവും ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായിരുന്ന മലയാളിയാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. താഴെ തന്നിരിക്കുന്ന 1961 വരെ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏതാണ്? ഗോവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പിയാണ് വിക്രം സാരാഭായ്. ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? റഷ്യ. 12-ാം പഞ്ചവത്സര പദ്ധതിയോട് ബന്ധപ്പെട്ട സുസ്ഥിര വികസനം. താഴെ പറയുന്ന കേരള സർക്കാരിൻ്റെ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ മുകളിൽ പറഞ്ഞവയല്ല: ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറ സ്ഥാപിച്ചത്?
സേവ് കേരള. ഇന്ത്യ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ തന്നിരിക്കുന്ന പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് നർമ്മദ, താപ്തി പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ്. ചന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ പി വീരമുത്തുവേൽ ആണ് ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. കേരളത്തിലെ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകമാണ് നീർവാർച്ചയുള്ള മണ്ണ്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് മഹാരാഷ്ട്രയാണ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8°4 വടക്ക് മുതൽ 37°6 വടക്ക് വരെ. ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഗാംഗ്ടോക്ക് ഗംഗയുടെ പോഷക നദിയാണ്. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. താഴെ തുടങ്ങിയ പ്രസ്താവനയിൽ ശരിയല്ലാത്തത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഭാരതപ്പുഴ എന്നത് ശരിയല്ലാത്തതാണ്. നിള എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാരതപ്പുഴയാണ്, അത് ശരിയാണ്. ഭാരതപ്പുഴ ആനമനയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മാമാങ്കം നടക്കുന്ന ഭാരതപ്പുഴ തീരത്താണ്. ഇത് 3 ശരിയാണ്. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ചെറുധാന്യ വർഷം. പെരിയാറിൻ്റെ പോഷക നദികളാണ് ഇവയെല്ലാം. മുതിരപ്പുഴ, പെരിഞ്ചാംകുട്ടിയാർ, തൊടുപുഴയാർ, കട്ടപ്പനയാർ. അപ്പോൾ തൊടുപുഴ, കട്ടപ്പന, പെരിഞ്ചാംകുട്ടിയാർ, മുതിരപ്പുഴ ഇതെല്ലാം പെരിയാറിൻ്റെ പോഷക നദികളാണ്. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നെയ്യാറ് തിരുവനന്തപുരം, ചെന്തുരുണി കൊല്ലം, കരിമ്പുഴ മലപ്പുറം, കൊട്ടിയൂർ കണ്ണൂർ. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? mRNA വാക്സിൻ വികസിപ്പിച്ചതിന്. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന 4 മാത്രമാണ്. ബാക്കി 3 ശരിയാണ്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം 1978 നിലവിൽ വന്നു. കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് പോത്തുകലാണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ വേമ്പനാട്ട് കായൽ. മുതിരമ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുതി നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. ആൻസർ പള്ളിവാസൻ, ചെങ്കുളം, മുതിരമ്പുഴയാറിലാണ്. കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് 1 മാത്രം. ഉപ്പുരസമുള്ള എക്കൽ മണ്ണ്. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാട്. താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി. സുന്ദർബൻ ഡെൽറ്റ. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥാ വ്യതിയാനം. ഇന്ത്യ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11. കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? തിരൂർ, ബേപ്പൂർ. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാല്. UK, ഇന്ത്യ, കെനിയ എന്നീ 3 രാജ്യങ്ങളുടെ പ്രത്യേകത കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. ഹരിതഗ്രഹ വാതകങ്ങളിൽ പെടാത്തത് നൈട്രജനാണ്. അപ്പോൾ ഹരിതഗ്രഹ വാതകങ്ങളിൽ പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്. INA-യുമായി ബന്ധപ്പെട്ട നേതാക്കളാണ് സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മി. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം ഏത്? ഇതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകമാണ് ജീവകം D. ഇതിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ല? കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിലൊന്നാണ് പറമ്പിക്കുളം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ച് ശരിയായവ 1, 2, 3 ശരി, 4 തെറ്റ്. മനുഷ്യ ശരീരത്തെ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലും. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. 2023 കേരളത്തിൽ നിപ രോഗം റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉറുമ്പുപൊടിയാണ്. വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതിയാണ് എയറോപോണിക്സ്. ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിക്കുന്ന പ്രതിഭാസമാണ് പ്രകീർണനം.
ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായത് 1ഉം 3ഉമാണ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. താഴെ കൊടുത്തിരിക്കുന്ന ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് സിംഗിൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഇരുമ്പയിര് ഏത്? ഹേമറ്റൈറ്റ് ആണ് ഇരുമ്പയിര്. പാരപ്പറ്റി വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റമാണ് ഗതികോർജ്ജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജ്ജം കുറയുന്നു. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പൽ ആയ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഒഡീഷ ആണ്. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യമാണ് സ്പെയിന്. താഴെ തന്നിരിക്കുന്നവയെ വിസർജന അവയവം അല്ലാത്തത് ഹൃദയമാണ്. ത്വക്ക്, വൃക്ക, ശ്വാസകോശ ഇവയെല്ലാം വിസർജന അവയവങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എയ്ഡ്സ്. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് എംഫിസീമ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരളത്തിലെ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ. 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയെ പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. ദഹനഫലമായി പ്രോട്ടീൻ വിഘടിപ്പിച്ചുണ്ടാകുന്ന ലഘുഘടകം ഏതാണ്? അമിനോ ആസിഡാണ്. വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അറ്റ്ലസ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവിയാണ് ഫംഗസ്. പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ്? ഇൻസുലിൻ. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ആരോഗ്യകിരണം. ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയെ പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രമാണ് കക്കോടി, കോഴിക്കോട്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലമാണ് പെരിക്കാർഡിയം. ക്ഷയരോഗം തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ BCG. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം.